പയറ് വന്നിട്ട് പറിച്ചാലും തീരുന്നില്ല. അത്രയ്ക്ക് പയറായിരുന്നു എനിക്ക്. ഈ കൊല്ലം ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഇത്രയും പയറ് ഞാൻ പറിച്ചിട്ടില്ല. ഇപ്പോഴാണ് ആ പയറും അതുപോലെ തന്നെ എല്ലാ കൃഷിയിലും കുരുമുളകും അതേമാതിരി തന്നെ. ചായക്കടിച്ചിട്ട് ചായക്കും മെച്ചമുണ്ട്. ചായ നല്ല കറുപ്പായിട്ട് നിൽക്കണം. ഞങ്ങൾ ഒരു വളം അടിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല ഇതുവരെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിനേഷ്. സമതയുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൃഷിക്കാർക്ക് വളരെ ഉപകാരപ്രദമായ കുറച്ച് അഗ്രോ പ്രൊഡക്റ്റുകളാണ്. നമ്മൾ വർഷങ്ങളോളം 10-30 വർഷം കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കുരുമുളക് വള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുമ്പോൾ സഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കൃഷികൾക്ക് കുരുമുളക് വള്ളി എന്നല്ല, ഒരുവിധം എല്ലാ വിളകൾക്കും നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന 100% റിസൾട്ട് കിട്ടുന്ന ഇന്ത്യ ഗ്രോൻ്റെ അഗ്രോ പ്രൊഡക്റ്റുകളും ആ പ്രൊഡക്റ്റുകൾ ഒരു മാസം മുമ്പ് ആ കൃഷി സ്ഥലത്ത് ആ ഉണങ്ങിയ കൊടികൾക്കെല്ലാം ഇട്ട് കൊടുത്തു. അതിനുശേഷം കിട്ടിയിരിക്കുന്ന റിസൾട്ടും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അതിമനോഹരമായ വീഡിയോ ആണ്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഈ വീഡിയോ ആദ്യ അവസാനം കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തുക. ഇപ്പം നമ്മളീ കാണാൻ പോകുന്നത് ഈ കൃഷി സ്ഥലത്ത് ആദ്യം ഇതിന് വളം ഇട്ട് കൊടുക്കുന്നിടം തൊട്ടുള്ള വീഡിയോ ആണ്. ഇപ്പം നമ്മുടെ ഭൂവസ്ത്ര എന്ന് പറയുന്ന സാധനം കൊടിച്ചോട്ടിലേക്ക് ഇടാൻ പോവാണ്. ഇത് ഭൂവസ്ത്ര ഇതിൻ്റെ ഉള്ളിൽ കാണിക്കും സാറേ. ഇതെങ്ങനെ തരിതരിയായിട്ടാണ് ഈ ഭൂവസ്ത്ര ഉള്ളത്. ഇതെങ്ങനെ പൊട്ടിച്ച പാക്കറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഭൂവസ്ത്ര കൊടിക്കിടുന്ന ഇതാ സാർ എടുത്തു. എത്ര എടുത്തുണ്ട് സാറേ? ഏകദേശം ഇത് വളരെ കൊടി ആദ്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു മിനിറ്റ് സാറേ. കൊടി ഈ വളരെ ശോഷിച്ച് ഇതുണ്ടോ മുഴുവൻ പഴുത്ത് നിൽക്കുന്ന ഒരു കൊടിയാണ്. നമ്മളിപ്പോൾ അതിന് തന്നെയാണ് ഇടുന്നത്. ആ കൊടിക്കാണ് ഇടുന്നത്. എത്ര എടുത്തുണ്ടാവും സാറേ? ഇതൊരു 30 ഗ്രാം. ഒരു 30 ഗ്രാം ഇടുന്നു അല്ലേ? ഇങ്ങനെ അങ്ങനെ വെറുതെ വെതറി കൊടുക്കുന്നേ ഉള്ളൂ. ചെറിയൊരു നനവുണ്ട്. ഇന്നലെയൊക്കെ മഴ പെയ്ത സ്ഥലമാണ്, അതുകൊണ്ട് ചെറിയ നനവുണ്ട്. ആ നനവുള്ള ഇടത്തൊന്ന് വിതറി കൊടുക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ കൊടികളുടെ ഭാഗങ്ങളിലേക്ക് ഒന്ന് നിസ്സാരമായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുന്നു. ആ ഉണങ്ങിക്കഴിഞ്ഞ കുരുമുളക് വള്ളിയുടെ ചോടൊന്ന് വൃത്തിയാക്കിയിട്ട് ഒരു 30 ഗ്രാം ഭൂവസ്ത്ര നമ്മൾ അതിൻ്റെ ചുറ്റും വെതറി കൊടുത്തു. ഇനി ആ മണ്ണ് അതിലേക്ക് തിരിച്ചൊന്ന് തട്ടി ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നുള്ളൂ, ആ തണുപ്പോടെ നിലനിൽക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഗ്രോ മാജിക്കും MI സ്പ്രേയും കൂടി ചേർത്തിട്ട് എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഗ്രോ മാജിക്ക് കലക്കി അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹെവി റിസൾട്ട് കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ അതാണ് ഞങ്ങളിപ്പോൾ ഈ തോട്ടത്തിൽ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ റിസൾട്ട് കിട്ടിയ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിന് അടുത്തൊരു കൊടിക്കും കൂടിയാണ് ഞങ്ങളിവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അതും കൂടി നോക്കാം. ഇപ്പൊ നമ്മൾ കരിഞ്ഞുണങ്ങി പോവാറായൊരു കൊടിക്കാണ് ഇട്ടത്. ഇനി അതുപോലെ തന്നെ കുറച്ച് ഇലകളൊക്കെ ഉണ്ട്, പഴുത്ത് തുടങ്ങിയ ഒരു ഇല കൊടിക്കും കൂടി ഇടുകയാണ്. കാരണം ഈ 2 തരത്തിലുള്ള കൊടിക്ക് ഇടുമ്പോൾ അതിന് 2 റിസൾട്ട് നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇടുന്നത്. നമുക്ക് അതിനും കൂടി ഒന്ന് ഇട്ട് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കൊടിയുടെ ചോടൊന്ന് വൃത്തിയാക്കിയിട്ട് കൊടിയുടെ ചുറ്റും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൊടിയും അത്ര നല്ല കൊടിയൊന്നുമല്ല, ഏകദേശം ഇലകളൊക്കെ പഴുത്ത് തുടങ്ങി ഒരു അവശനായ കൊടി തന്നെയാണ്. ഈ 2 കൊടിക്കാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഈ തോട്ടോടമയെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം എല്ലാ കൊടികൾക്കും മറ്റെല്ലാത്തിനും ഇട്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേരിനെയാണ് ഇപ്പം ബൂസ്റ്റ് ചെയ്യുന്നത്. വേരിൽ വരുന്ന ഫംഗസ് വൈറസുകളൊക്കെ വേര് കുറെ വളർന്നുണ്ടാവുമല്ലോ. പിന്നെ ഈ കൊടി ഇത്രയും ഹൈറ്റ് ഉള്ള കൊടിക്ക് ഇത്രയും ഭാഗത്ത് ഫുൾ വേരുണ്ടാവും. ഈ സൈഡിൽ നിന്നൊക്കെ മഞ്ഞ ഇലകൾ പഴുപ്പ് പതിച്ചു തുടങ്ങിയതല്ലോ. ഇതുണ്ട് ആ സൈഡിലൊക്കെ മഞ്ഞ ഇലകൾ വന്നിട്ടുണ്ട്. ഈ 2 കുരുമുളക് വള്ളിക്ക് എങ്ങനെ ഇടണമെന്ന് കാണിച്ചിട്ട് ഞങ്ങൾ ഈ സ്ഥലത്തിൻ്റെ ഉടമയെ മണിയേട്ടനെ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ള പോകുന്നു. ഇതിനോട് കണ്ടിന്യൂ ഞാൻ ഇട്ടിരിക്കുന്ന ഇപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കിട്ടിയ റിസൾട്ടും കാര്യങ്ങളുമാണ്. നമുക്കത് നോക്കാം. ഒരു മാസം മുമ്പ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത മണിയേട്ടൻ്റെ തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മണിയേട്ടൻ്റെ ഭാര്യയും മോനും മരുമോളുമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നമ്മുടെ ഇന്ത്യ ഗ്രോൻ്റെ പ്രൊഡക്റ്റായ ഭൂവസ്ത്ര, ഗ്രോ മാജിക്, MI സ്പ്രേ ഇത്ര സാധനങ്ങൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറായ നമ്മുടെ ശ്രീജ മാഡം രാജീവ് സാറൊക്കെ നമ്മളിവിടെ അസോസിയേറ്റ് ചെയ്തവരാണ്. അവരുടെ കൃഷിത്തോട്ടത്തിൽ തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ കൊടുത്തു. അവരത് വാങ്ങിച്ച് നമ്മൾ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഇന്ന് ഞങ്ങൾ വന്നപ്പം വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് അറിഞ്ഞത്. വളരെ നല്ല രീതിയിൽ റിസൾട്ട് വന്നു. അവർ ഒരുപാട് കൃഷികൾക്ക് ഉപയോഗിച്ചു. ഇതാ ചേനയൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, വളരെ നല്ല പച്ചപ്പുണ്ട്. ഇതൊരു അമ്മച്ചി പറയുന്നത് ഒന്ന് പാറിച്ചടിച്ചതേ ഉള്ളതെന്ന് പറഞ്ഞു ഗ്രോ മാജിക്ക്. അതുപോലെ
പയറ് വന്നിട്ട് പറിച്ചാലും തീരുന്നില്ല. അത്രയ്ക്ക് പയറായിരുന്നു എനിക്ക്. ഈ കൊല്ലം ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഇത്രയും പയറ് ഞാൻ പറിച്ചിട്ടില്ല. ഇപ്പോഴാണ് ആ പയറും അതുപോലെ തന്നെ എല്ലാ കൃഷിയിലും. കുരുമുളകും അതേമാതിരി തന്നെ. ചായക്ക് അടിച്ചിട്ട് ചായക്കും മെച്ചമുണ്ട്. ചായ നല്ല കറുപ്പായിട്ട് നിൽക്കണം. ഞങ്ങൾ ഒരു വളം അടിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല ഇതുവരെ. നല്ല കറുപ്പായിട്ട് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് വളരെ മോശമായിട്ട് തണ്ടായി നിൽക്കുമല്ലായിരുന്നു. ഇപ്പൊ ഈ സമയത്ത് മഴ പിടിക്കുമ്പോ ചീക്ക് പിടിക്കുന്നതാണ്. ചീക്ക് ഇതിൽ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ദിനേശ് സാറേ, സാറിന്റെ ഒരു നേതൃത്വത്തിലാണ് ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ കൊടുത്തത്. അതെ. അപ്പൊ സാറിന്റെ ഒരു സന്തോഷം, ഒരു അഭിപ്രായം? വളരെ സന്തോഷമാണ്. കാരണം എന്താ, നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിയുമ്പോൾ റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ കാര്യം. അതിപ്പോൾ അഗ്രോ പ്രൊഡക്റ്റുകളാകുമ്പോൾ പ്രത്യേകിച്ചും 100 എണ്ണം പല തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ ഇവിടെയല്ല, തൊട്ടപ്പുറം ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ അവർ 25,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ടും നടക്കാതെ വന്നതിന് ശേഷമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല ഇതാണ്, എല്ലായിടത്തും നല്ല റിസൾട്ട് കാര്യങ്ങളുണ്ട്. ധൈര്യമായിട്ട് ആർക്കും ഈ പ്രൊഡക്റ്റുകൾ ഏതും എടുത്ത് ഉപയോഗിക്കാം. അതിന് ഏറ്റവും വലിയ സാക്ഷിയാണ് ഈ അമ്മയുടെ വാക്കുകൾ തന്നെ. ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായിട്ടുണ്ടാവും ഞങ്ങളിവിടെ ഒന്ന് കാണുമ്പോൾ. ഇതിൽ ഈ കാണുന്ന ഇലകളൊന്നുമില്ലാതെ മുരടിച്ച് ഇലയില്ലാതെ ഈ തണ്ടുകൾ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ വന്ന് കാണുന്ന സമയത്താണ് സുൻസാറും മനസാറും വരുന്നതും അത് കഴിഞ്ഞ് കണ്ടിട്ട് മണിയേട്ടനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതും. അപ്പോൾ സംസാരിച്ചപ്പോൾ ഭൂവസ്ത്രയും ഭൂവസ്ത്ര ചോട്ടിടുക, അതുപോലെ ഗ്രോ മാജിക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുകയും ചെയ്തൊരു മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് ആ മാറ്റം കാണുകയാണ്. ഇപ്പം എല്ലാം നല്ല അടിപൊളി തളുമ്പ് ഇലകൾ വന്നിട്ട് ശരിക്കും ഒരു കൊടി എന്നുള്ള ലെവലിലേക്ക് ഇപ്പോഴാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിതിപ്പോൾ പറ്റ പോയതായതുകൊണ്ട് കൊടുത്താൽ ഇത് നല്ല തിക്കായിട്ട് മാറുന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അല്ലാതെ നമ്മൾ ഒരുവിധം ഉള്ളതിനാണെങ്കിൽ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. പറ്റ പോയതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 1-2 ഇത് പ്രാവശ്യം അതിനുള്ള ഇത് കൊടുത്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കൃത്യമാവുള്ളൂ. എന്നാലും നമുക്കിത് ആ കൊടിയെല്ലാം നന്നായിട്ട് കൊടി ഇത് ഇട്ടിട്ടുണ്ട്, തിരിയെല്ലാം വന്നിട്ടുണ്ട്. നല്ല റിസൾട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അത് വീട്ടുകാരും അത് തന്നെ രാജീവണ്ണൊക്കെ ഉണ്ട്, അവരും വീട്ടുകാരും പറയുന്നത് നല്ലൊരു റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ അന്ന് കുറച്ച് ഇലകളൊക്കെ ഉണ്ടായിരുന്ന മരമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുത്താണിത്. ഇത് കണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഒന്നാമത്തെ ഇത് തന്നെ നല്ല ഹെവി റിസൾട്ട് വന്നിട്ടുണ്ട്. മുഴുവനായിട്ടും നല്ല തിക്കായി, ഇലകളെല്ലാം തിക്കായി, അതുപോലെ നല്ല തിരിയും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലാകുമ്പോൾ ആദ്യത്തിൽ നമ്മൾ കാണിച്ചതിൽ കുറച്ച് പറ്റ പോയിരുന്നു, അത് തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ ഒരു പരിധി വരെ കുറഞ്ഞ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് നല്ല ഹെവി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കൃഷി ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് അത്ര റിസൾട്ടുള്ള പ്രൊഡക്റ്റ് നാനോ ടെക്നോളജി തയ്യാറാക്കിയതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ സാധാരണ ഈ ലോക്കൽ പ്രൊഡക്റ്റുകൾ കിട്ടുന്നതായിട്ട് കമ്പയർ ചെയ്യാതെ, നമ്മുടെ തോട്ടവും കൃഷിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിലും വിളകൾ നന്നാവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഇത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചാൽ 100% റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കർഷകരിപ്പോൾ ശരിക്കും കൃഷിക്കാരായിട്ടുള്ള മനസ്സറിഞ്ഞ് കൃഷി ചെയ്യുന്ന എല്ലാവരും നമ്മുടെ അഗ്രോ പ്രൊഡക്റ്റുകളായിട്ടുള്ള ഭൂവസ്ത്രയും ഗ്രോ മാജിക്കും എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ ഹെവി റിസൾട്ടുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോന്നും.